ഈ കെ സുധാകരന്റെ മടങ്ങിവരവ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമാണ് ഉണ്ടാവുക എന്ന് AICC ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് AICC നിർദ്ദേശിച്ചെങ്കിൽ മാത്രമേ കെ സുധാകരന് മടങ്ങി വരാൻ കഴിയൂ എന്നാണ്. നേരത്തെ ദീപാദാസ് മുൻഷിക്ക് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒരു കത്തയച്ചിരുന്നു. അത് തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ആണ് എന്ന നിലയിലാണ് ആരുടെ MMSന്റെ താൽക്കാലിക അധ്യക്ഷ സ്ഥാനം നിഷ്കർഷിച്ചിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ കെ സുധാകരൻ ചാർജ് എടുക്കാൻ തയ്യാറായിരുന്നു. കഴിഞ്ഞ ദിവസം KPCCയുടെ നേതൃയോഗത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ അന്ന് ചാർജ് എടുക്കാൻ കഴിയുമെന്ന് സുധാകരൻ വിചാരിച്ചിരുന്നു. രണ്ടും നടന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇനിയിപ്പോൾ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഈ പ്രതിപക്ഷ നേതാവുമായി ചേർന്നു പോകുന്നില്ല എന്നുള്ള വിഷയമുണ്ട്. പരസ്യമായി അവർ മൈക്കിന് പിടിവലി നടത്തിയത്, അസഭ്യ വാചകം ഉപയോഗിച്ചിട്ടുള്ളത്, ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലാകെ തന്നെയുണ്ട്. ഇനി അഥവാ കെ സുധാകരനെ മാറ്റണമെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കാൻ അതിന് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തയ്യാറാകുമെന്ന് കരുതുന്നുണ്ടോ KJ ജേക്കബ്? ഇന്നിപ്പോൾ ശ്രീ സുധാകരൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം കുറച്ചു മുമ്പേ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ മാന്യത കാണിച്ചു എന്ന് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് പിന്നെ വിവാദം ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് നല്ലത് ശ്രീ സുധാകരനെ റിട്ടയർ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് ഇതല്ല മാർഗം, ഉറപ്പായിട്ടും ഇതല്ല മാർഗം. അദ്ദേഹത്തെ തിരിച്ച് KPCC പ്രസിഡന്റ് ആക്കുക. അതിനുശേഷം ഇപ്പോൾ സുധാകരൻ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ മാന്യമായി അങ്ങ് റിട്ടയർ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു പ്രശ്നം എന്നുള്ളത് അധികാരത്തിന് ചുറ്റും മാത്രമായിട്ട് അവരുടെ രാഷ്ട്രീയം മാറിക്കഴിയുമ്പോൾ കേരളത്തിലെ KPCC പ്രസിഡന്റ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ മുന്നണിയെ ഒക്കെ നയിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിന്റെ ഫലം അനുസരിച്ചല്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലം അനുസരിച്ച് സ്ഥാനത്തിരിക്കുന്നവർ മാറുകയായിരുന്നെങ്കിൽ എത്ര കോൺഗ്രസ്സുകാർ അവരുടെ പണി വിട്ട് പോകേണ്ടി വന്നാൽ. അങ്ങനെ ഒരു പാരമ്പര്യം കോൺഗ്രസിനില്ല. സ്ഥാനാർത്ഥിയാകേണ്ടി വരുന്ന പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ KPCC സ്ഥാനത്ത് മാറി. ഇപ്പം KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന്റെ പദവി രാജ്യത്തെ മുഴുവൻ കോൺഗ്രസിന്റെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള ആളാണ്. അദ്ദേഹം ആ പദവി വിട്ടൊഴിഞ്ഞില്ലല്ലോ. അദ്ദേഹം ആ പദവിയിൽ ഇരുന്നുകൊണ്ട് തന്നെയല്ലേ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അപ്പോൾ അത് പലതരം മാനദണ്ഡങ്ങൾ കോൺഗ്രസിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന്റെ പുറകിൽ വളരെ നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളല്ല ഉള്ളത് എന്ന് കാണേണ്ടി വരും. അത് അദ്ദേഹത്തെ അപമാനിച്ച് പറഞ്ഞു വിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു അദ്ദേഹത്തെ റിട്ടയർ അനുവദിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിന് നല്ലത്, കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത്. പക്ഷേ അതിനുവേണ്ടി ഇമ്മാതിരിയുള്ള വളഞ്ഞ വഴിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഒരാളാണ്. അദ്ദേഹത്തോട് കാണിക്കേണ്ട മാന്യത കോൺഗ്രസ് നേതൃത്വം കാണിച്ചേ പറ്റും.